ഇനി നാലാമത്തെ കാര്യം സഹിഷ്ണുതയാണ്. സഹിഷ്ണുതയുടെ കാര്യം പറയുമ്പോൾ അതിനേറ്റവും നല്ല ഒരു ഉദാഹരണം പറയാൻ തോന്നുന്നത് ജൂത പുരോഹിതനായ സെയ്ദ് ഇബ്നു സഅയ്യയുടെ അനുഭവമാണ്. സെയ്ദ് ഇബ്നു സഅയ്യക്ക് ഹിദായത്ത് അല്ലാഹു തആല തീരുമാനിച്ചപ്പം, അദ്ദേഹം നന്നാവണം, അദ്ദേഹത്തിന് മാർഗദർശനം നൽകുക എന്ന് പടച്ച റബ്ബിൻ്റെ തീരുമാനം ഉണ്ടായപ്പം സെയ്ദ് ഇബ്നു സഅയ്യ അള്ളാഹുവിൻ്റെ റസൂലിനെ പഠിക്കാൻ ഇറങ്ങിയ ഒരു കഥയുണ്ട്. എന്തായിരുന്നു അത്? സെയ്ദ് ഇബ്നു സഅയ്യ തൗറാത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ, സെയ്ദ് ഇബ്നു സഅയ്യ ആരാണ്? ജൂത പുരോഹിതനാണ്. തൗറാത്ത് നന്നായി അറിയാവുന്ന ജൂത പുരോഹിതനാണ്. അപ്പം ഇദ്ദേഹം തൗറാത്തിൽ നിന്ന് കേട്ടുപഠിച്ച റസൂലുള്ളാഹിൻ്റെ മുഴുവൻ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ റസൂലിനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ അവിടുത്തെ മുഖത്ത് വായിച്ചെടുത്തു. 2 മാത്രം ബാക്കിയുണ്ട്, അത് മാത്രം ബോധ്യപ്പെട്ടിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഒന്നാമത്തെ കാഴ്ചയിൽ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തൗറാത്തിൽ പറഞ്ഞ വാഗ്ദത്ത പ്രവാചകൻ ഇത് തന്നെയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സെയ്ദ് ഇബ്നു സഅയ്യ പറയാണ്. പക്ഷേ 2 കാര്യം ബോധ്യപ്പെടാൻ ബാക്കിയുണ്ടായിരുന്നു. അത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു പണി ചെയ്തു. നമ്മൾ ആ സംഭവം ഒന്ന് പറയാം. ഇയാൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹി തങ്ങളുമായിട്ടൊരു ഇടപാടുണ്ടാക്കി, ഒരു കടം കൊടുക്കൽ. നബി തങ്ങൾക്കൊരു കടം കൊടുത്തൊരു ഇടപാടുണ്ടാക്കി. ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് ആവാൻ കാത്തുനിന്നു. ആ ഡേറ്റായി അന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ആ ഇടപാട് തീർക്കും. പക്ഷെ അതിന് കാത്തുനിന്നില്ല. ഡേറ്റായി അന്ന് രാവിലെ തന്നെ ഒരു മരിച്ച വീട്ടിൽ ജനങ്ങളുടെയൊക്കെ കൂടെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ നിൽക്കുമ്പം അയാൾ ആ വീട്ടിലേക്ക് കയറി വന്നു. അള്ളാഹുവിൻ്റെ റസൂലിന് നേരെ വന്നിട്ട് തട്ടി കയറുകയാണ്. മുഹമ്മദേ, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ അല്ലെങ്കിലും ഇടപാടിന് കൊള്ളില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഒന്ന് ഇടപാട് നടത്തി നോക്കിയതാണ്. നേരത്തെ തന്നെ അറിയാം അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ ഈ പണിക്ക് പറ്റില്ല, ഇടപാടിന് കൊള്ളാത്തവരാണെന്നറിയാം എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂലിന് നേരെ തട്ടിക്കയറി തെറി അഭിഷേകങ്ങൾ പറഞ്ഞു. അതിൻ്റെ പുറമെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തെ പോലും, തറവാടിനെ പോലും ആക്ഷേപിച്ചു. അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ ഇടപാടിന് പറ്റില്ല എന്നുള്ള പച്ചക്കള്ള പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നബിതങ്ങളുടെ വസ്ത്രത്തിൽ കയറി പിടിച്ചു വലിച്ച് നബിതങ്ങളെ ദേഹോപദ്രവം ചെയ്യാൻ ഒരുങ്ങിയപ്പം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു എന്നെ ഒരു നോട്ടം ഇങ്ങനെ നോക്കി. സെയ്ദ് ഇബ്നു സഅയ്യ പറയാണ്, ഉമർ എന്നെ ഒരു നോട്ടം ഇങ്ങനെ നോക്കി. ഉമർ എന്നെ ഇങ്ങനെ നോക്കുമ്പം ഉമറിൻ്റെ 2 കണ്ണുകൾ ആ മുഖത്ത് കിടന്നിങ്ങനെ കറങ്ങുന്നത് പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പറയാറില്ലേ കണ്ണിന്ന് പൊന്നീച്ച പറക്കുക എന്നൊക്കെ പറയാറുണ്ട്. എന്നതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ പൊന്നീച്ച പറക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിന് നേരെയാണോ നീ ഈ തട്ടിക്കയറുന്നത്? മുത്തുനബി എന്നെ കുറ്റപ്പെടുത്തുമെന്ന ഒരു ഭയം എനിക്കില്ലായിരുന്നെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ വാള് കൊണ്ട് നിന്റെ കളം ഞാൻ ഛേദിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ടിങ്ങോട്ട് വന്നപ്പം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഉമർ അരുതേ, നിങ്ങൾ ഇങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്. അദ്ദേഹത്തോട് തട്ടിക്കയറി ഇങ്ങനെയല്ല നിങ്ങൾ സംസാരിക്കേണ്ടിയിരുന്നത്. നിങ്ങൾക്കിവിടെ സംസാരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വാക്കുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞു തരാം. അതെന്താ? എന്നെ ആദ്യം വിളിക്കുക. എന്നെ വിളിച്ചിട്ട് പറയാ, നബിയെ, ഒരാളുമായിട്ട് ഇടപാട് നടത്തിയാൽ ആ ഇടപാടിൻ്റെ ലാസ്റ്റ് ദിവസം പൂർത്തിയാകാൻ നിൽക്കണ്ട. ആ ഇടപാടിൻ്റെ ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ആ ഇടപാട് തീർക്കാൻ നോക്കുക എന്ന് എന്നോട് സൗമ്യമായി നിങ്ങൾക്ക് പറയാം. പിന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയേണ്ടത്, സുഹൃത്തെ, കിട്ടാനുള്ളത് ചോദിക്കുന്നതിനുണ്ട് ഒരു മാനവും മര്യാദയൊക്കെ എന്ന് അദ്ദേഹത്തോടും പറയാം. അത്ര മതിയായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഉമറേ നിങ്ങളിൽ നിന്ന് ഏറെയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇങ്ങനെയൊക്കെ തട്ടിക്കയറിയിട്ടും ദേഹോപദ്രവത്തിന് മുതിർന്നിട്ട് പോലും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹിഷ്ണുത, എന്തൊരു സഹനമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കാണിക്കുന്നത്. ഏതായാലും എന്തു ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് ഇത്ര സാധനം കൊടുക്കാനുണ്ട്, അത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ കൊണ്ടുപോയി എല്ലാം അളന്നു കൊടുത്തു. 20 സാഴ് കാരക്ക കൊടുക്കാനുള്ളതിനേക്കാൾ കൂടുതലും കൊടുത്തു. അപ്പോൾ ഇയാൾ ചോദിച്ചു, മഹാദിഹി സിയാദ, എന്തിനാണ് ഈ 20 കൂടുതൽ? എനിക്ക് കിട്ടാനുള്ളത് കഴിഞ്ഞല്ലോ, 20 കൂടുതലാണല്ലോ. ഓ, അത് നിങ്ങൾ
നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ നേതാവ് മുഹമ്മദ് നബി തരാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അതോടുകൂടെ ഇയാൾ വല്ലാതെ അങ്ങോട്ടായി. കാരണം ഞാൻ ഇത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും പടച്ചോനെ ഇങ്ങനെയൊക്കെ ആണല്ലോ സംഭവിച്ചത്, തീർച്ചയായും ഞാൻ അന്വേഷിക്കുന്ന നബി തന്നെയാണിത്. അപ്പൊ പറഞ്ഞു, ഞാൻ ആരാണെന്ന് ഉമറെ നിങ്ങളറിയോ? അതഅരിഫുനി യാ ഉമർ, ഉമറെ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇല്ല, നിങ്ങൾ ആരാണ്? അന സയ്യിദ് ഇബ്നു സഅയ്യ, ഞാനാണ് സയ്യിദ് ഇബ്നു സഅയ്യ. അപ്പൊ സയ്യിദ് ഇബ്നു സഅയ്യ എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉണ്ടാവുമല്ലോ, സയ്യിദ് ഇബ്നു സഅയ്യ എന്ന് കേട്ടിട്ടുണ്ട്. വലിയ വലിയ നേതാക്കളെയൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല, പേരുകൊണ്ട് കേട്ടിട്ടുണ്ടാവും. അപ്പൊ സയ്യിദ് ഇബ്നു സഅയ്യ എന്ന് കേട്ടിട്ടുണ്ട്. മദീനയിൽ അറിയപ്പെട്ട ജൂത പുരോഹിതനാ സയ്യിദ് ഇബ്നു സഅയ്യ. ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അൽ ഹബർ അൽ മഷ്ഹൂർ, ഫേമസ് ആയ ഒരു ജൂത പുരോഹിതനുണ്ട്. യഹൂദി പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ ഒരു ജൂത പുരോഹിതനുണ്ട്. ആര്? സയ്യിദ് ഇബ്നു സഅയ്യ. അയാളാണോ നിങ്ങൾ? ഓക്കെ, അയാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ ചോദിച്ചു, എങ്കിൽ ഇനി എനിക്ക് ചോദിക്കാനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ നേതാവിനോട് ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും കീപ്പ് ചെയ്യാതെ വന്ന് തട്ടിക്കയറാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് എന്നോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദ് ഇബ്നു സഅയ്യ മറുപടി പറയാണ്, യാ ഉമർ, ഉമറേ, കുല്ലു അലാമാത്തിൻ നുബുവ്വ ഖദ് അറഫ്തുഹാ ഫീ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീനമാ നദർതു ഇലൈഹി ഇല്ല ഇസ്നതൈൻ. എൻ്റെ കന്നി നോട്ടത്തിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് മുഹമ്മദ് നബിയെ കണ്ടപ്പം തൗറാത്തിലൂടെ ഞാൻ പഠിച്ചിട്ടുള്ള നുബുവത്തിൻ്റെ മുഴുവൻ അടയാളങ്ങളും ഈ നബിതങ്ങളിൽ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഇല്ല സിനത്തൈൻ, 2 ബോധ്യപ്പെടാൻ ബാക്കിയുണ്ടായിരുന്നു. അതും കൂടി ശരിയാണോ നോക്കിയതാണിത്. അപ്പോൾ ചോദിച്ചു, ഏതാണ് ആ 2? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അതിപ്പോൾ എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു, ആ 2 ശരിയാണ്. അപ്പോൾ ചോദിച്ചു, ഏതാണത്? അപ്പോൾ പറഞ്ഞു, യസ്ബിഖു ഹിൽമുഹു ജഹ്ലഹു. ഒന്നതാണ്, യസ്ബിഖു ഹിൽമുഹു ജഹ്ലഹു എന്ന് പറഞ്ഞാൽ അവിടുത്തെ സഹനം വിവരക്കേടിനെ തോൽപ്പിക്കും. അങ്ങനെ തൗറാത്തിൽ ഒരു വാക്കുണ്ട്. അന്ത്യപ്രവാചകർ മുഹമ്മദ് നബിയുടെ സഹനം, സഹിഷ്ണുത, അത് വിവരക്കേടിനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞാൽ വിവരക്കേട് ഒരിക്കലും മുന്നിലേക്ക് വരില്ല. വിവരക്കേടിനെ സഹനം കൊണ്ട് ശരിക്കും നേരിടും. ഒരിക്കലും വിവരക്കേട് ആര് എന്ത് വിവരക്കേട് കാട്ടിയാലും അങ്ങോട്ട് തിരിച്ചു ചെയ്യില്ല. രണ്ടാമത്തത് അത് തന്നെയാണ്, അതിനൊന്നും കൂടെ ബലം നൽകുന്നതാണ്. വലാ യസീദുഹു ഷിദ്ദത്തുൽ ജഹ്ലി അലൈഹി ഇല്ലാ ഹിൽമ. ആ ആളോട് വിവരദോഷം കാണിക്കും തോറും അയാൾ കൂടുതൽ നീറ്റാവും. ഇയാളോട് മറ്റുള്ളവർ ചീച്ചിൽ തന്നെ കാണിക്കാൻ വരികയാണെങ്കിൽ ഇയാൾ കൂടുതൽ നീറ്റാവും. ഇതാണ് ഇയാളുടെ അവസ്ഥ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒന്ന് തട്ടിക്കേറി നോക്കണമല്ലോ. വിവരക്കേടിൻ്റെ അങ്ങേയറ്റം ഞാൻ കാട്ടി മുഹമ്മദ് നബിയായിട്ട്. എന്തിന്? ഇയാൾ പകരത്തിന് പകരം കാട്ടുമോ നോക്കണം. വിവരക്കേട് കാട്ടും തോറും ആൾ ഏതാകും? നീറ്റാകുന്ന പഠിച്ചത്. അപ്പം അത് പ്രാവർത്തികാക്കുന്ന ആളാണോ എന്ന് എനിക്കൊന്ന് അറിയണം. ബോധ്യപ്പെട്ടു ഉമറേ, ഞാൻ ആ കോലത്തിൽ വസ്ത്രത്തിൽ കയറി പിടിച്ചിട്ട് ദേഹോപദ്രവം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇല്ലാത്ത തറവാടിനെ പോലും പറഞ്ഞ് ആക്ഷേപിച്ച് ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചിട്ട് ഇല്ല, മുഹമ്മദ് റസൂലുള്ളാഹി തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തീർച്ചയായും സഹനം അതിൻ്റെ മൂർത്തിഭാവമാണ് മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ സഹനം, സഹിഷ്ണുത ഇന്ന് ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രശ്നമുണ്ടാക്കുന്നത് അസഹിഷ്ണുതയാണ്. വർഗീയതയും തീവ്രവാദവും ഭീകരവാദവും നിറഞ്ഞാടുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ മുത്ത് എത്ര ഹൃദയം നിറഞ്ഞ വാക്കുകളിലാ പറഞ്ഞതെന്നറിയോ? മൻ ഖതല റജുലൻ മിൻ അഹ്ലി ദിമ്മ. നിങ്ങൾ നമ്മളുമായി നല്ല സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന മറ്റൊരു മതവിശ്വാസിയെ നിങ്ങൾ ആരെങ്കിലും വധിച്ചു കളഞ്ഞാൽ, ശ്രദ്ധിക്കണം, ആരെ പറ്റിയാ പറഞ്ഞത്? മുസ്ലിമിനെ വധിച്ചു കളഞ്ഞാൽ എന്നല്ല പറഞ്ഞത്.
മൻ ഖതല റജുലൻ മിൻ അഹ്ലി ദിമ്മ, നമ്മളുമായിട്ട് സൗഹാർദ്ദപൂർവ്വം ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു മതവിശ്വാസിയെ ആരെങ്കിലും വധിച്ചു കളഞ്ഞാൽ തീർച്ചയായും അയാൾക്ക് ലം യജിദ് റീഹൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കൂല. അയാൾ സ്വർഗത്തിൽ കടക്കൂല എന്നല്ല, സ്വർഗത്തിന്റെ വാസന പോലും അയാൾക്ക് കിട്ടൂലട്ടോ. ഇന്നഹാ ലയൂജദു മിൻ മസീറത്തി 70 ആമ, 70 കൊല്ലം യാത്ര ചെയ്യാനുള്ള ദൂരത്ത് നിന്ന് തന്നെ സ്വർഗത്തിന്റെ പരിമളം കിട്ടിക്കൊണ്ടേയിരിക്കും. അത്രയും ദൂരെ നിന്ന് സ്വർഗത്തിന്റെ എന്ന് പറഞ്ഞാൽ 70 കൊല്ലത്തെ യാത്ര ഡിഫറൻസിൽ പോലും, ആ ഒരു വ്യത്യാസത്തിൽ പോലും, ആ ഒരു ഡിസ്റ്റൻസിൽ, ആ ഒരു അകലത്തിൽ പോലും ഇയാള് സ്വർഗത്തോട് അടുക്കൂല എന്നർത്ഥം. അപ്പൊ സ്വർഗത്തിന്റെ അടുത്ത് പോലും എത്തൂല, അതിൻ്റെ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയൂല. ആരെപ്പറ്റിയായി പറഞ്ഞത്? നാട്ടിൽ പ്രശ്നമുണ്ടാക്കാത്ത മറ്റൊരു മതവിശ്വാസിയെ അകാരണമായി വധിച്ചു കളഞ്ഞാലുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സഹിഷ്ണുതയുടെ പ്രവാചകരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കാര്യത്തിൽ തർക്കമില്ല.